മുളങ്കാടുകളെക്കുറിച്ചും അതിൽ കൂടുകൂട്ടുന്ന വർണ്ണപ്പക്ഷികളെക്കുറിച്ചുമുള്ള ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇല്ലിമുളങ്കാടുകൾ എനിക്കെപ്പോഴും പ്രിയപ്പെട്ടവയാണ്. കാറ്റത്താടുന്ന ഞാങ്കണയും അതിൽ നിന്നുയരുന്ന സീൽക്കാര ശബ്ദങ്ങളും ചേക്കേറുന്ന പക്ഷികളുടെ ചിലക്കൽ ശബ്ദങ്ങളും ശരീരത്തെയും മനസ്സിനെയും കുളിർപ്പിക്കുന്ന മന്ദമാരുതനും എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നവയാണ്. മുളങ്കാട്ടിൽ മഴ പെയ്യുമ്പോൾ ഇറ്റിറ്റ് വീഴുന്ന മഴത്തുള്ളികൾ എന്നെ ഏറെ ആഹ്ലാദിപ്പിക്കുന്ന ജലഗണങ്ങളാണ്. എൻ്റെ വീടിൻ്റെ പരിസരത്തും ഞാനൊരു മുളങ്കാട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഒരു നാൾ കുറേ കിളികൾ കലവില കൂട്ടി എൻ്റെ മുളങ്കാടിൽ വന്നിരുന്നു. അതിൽ ഒരു കിളി എന്തോ ആലോചിച്ചുറച്ചതുപോലെ ഏതോ മൂത്താശ്ശേരി തറവാട്ടുപുരയ്ക്ക് സ്ഥാനം നോക്കുന്നത് പോലെ കലി ഇലകൾ വകഞ്ഞു മാറ്റിയും കമ്പുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നിറങ്ങിയും തൻ്റെ ഇണക്കിളിക്ക് മുട്ടയിടാനും അടയിരിക്കാനും തങ്ങളുടെ കുഞ്ഞുങ്ങളെ വിരിയിക്കാനുമുള്ള കൂടുകെട്ടുവാനുള്ള ആലോചന തുടങ്ങി. എന്തായാലും പെരുമഴക്കാലത്തിനു മുമ്പ് ഒരു ഉറപ്പുള്ള കൂട് കെട്ടണമെന്നും അതിൽ നിന്നും കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ എൻ്റെ ഹായസിലേക്ക് പറത്തിവിടണമെന്നുമുള്ള ദൃഢനിശ്ചയം അവയുടെ ചലനങ്ങളിൽ ദൃശ്യമായിരുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ നട്ടവനോടോ നനച്ചവനോടോ അനുവാദം ചോദിക്കാതെ പ്രകൃതിയിലുള്ളതെല്ലാം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന മട്ടിൽ മുളങ്കാടിനുള്ളിൽ കൂടിൻ്റെ പണി തുടങ്ങുവാൻ തുടങ്ങി. കരിയിലകളും ഉണങ്ങിയ പുൽനാമ്പുകളും ചകിരിനാരുകളും കൊണ്ട് മനോഹരമായ ഉറപ്പുള്ള കൂടുണ്ടാക്കുന്നതിലെ അവരുടെ കലാചാതുര്യം എന്നെ വിസ്മയിപ്പിച്ചു കളഞ്ഞു. ചെറുതും വലുതുമായ 2 വാതായനങ്ങളും 2 തട്ടുമുള്ള ഒരു പ്രത്യേകതരം കൂടാണ് അവ ഉണ്ടാക്കിയത്. പെൺകിളി മുട്ടയിട്ട് ദിവസങ്ങളോളം അതിൽ അടയിരിക്കാൻ തുടങ്ങി. ആൺകിളി പെൺകിളിക്ക് വേണ്ട തീറ്റയും മറ്റും യഥാസമയം എത്തിച്ചു കൊണ്ടിരുന്നു. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ പുതുജീവൻ്റെ തുടിപ്പുകളെന്നോണം കുഞ്ഞിക്കിളികളുടെ ശബ്ദം കേട്ടു തുടങ്ങി. പിന്നെ കുറേയേറെ ദിവസത്തേക്ക് കിളിക്കുഞ്ഞുങ്ങളുടെ കിളിക്കൊഞ്ചലുകളും കലവില ശബ്ദങ്ങളും കൊണ്ട് കിളിക്കൂടും പരിസരവുമെല്ലാം ശബ്ദായമാനമായി തീർന്നു. ദിവസങ്ങളങ്ങനെ പിന്നെയും കടന്നുപോയി. കിളിക്കുഞ്ഞുങ്ങളെല്ലാം വളർച്ച പ്രാപിച്ചിരിക്കുന്നു. ഒരു നാൾ എല്ലാ ശബ്ദങ്ങളും നിലച്ച ശൂന്യമായ കിളിക്കൂട് കാറ്റത്തിളകി അനങ്ങിക്കൊണ്ടിരുന്നു. ആരും വെച്ച് നോക്കാനില്ലാത്ത പാർപ്പിടങ്ങളെപ്പോലെ അത് അനാഥമായി നിൽക്കുന്നു. പറക്കമുറ്റാറായ കിളികളെല്ലാം കൂടുവിട്ട് അവരവരുടേതായ ലോകത്തിലേക്ക് പറന്നുപോയിരിക്കുന്നു. അവരുടേതായ ജീവിതം നയിക്കുവാൻ വീണ്ടും പുതുതലമുറകളെ പരിപാലിക്കാനുമുള്ള ദൃഢനിശ്ചയത്തോടെ. ഇന്നലെ പഴയ ഇണക്കിളികൾ വീണ്ടും ആ മുളങ്കാടുകളിൽ വന്നിരുന്നു. ഞാൻ ആകാംക്ഷയോടെ അവയുടെ കണ്ണുകളിലേക്ക് നോക്കി. അവിടെ കുഞ്ഞുങ്ങൾ പറന്നകന്നു പോയതിൻ്റെ വിഷമമൊന്നും അവയുടെ കണ്ണുകളിലോ ചലനങ്ങളിലോ കാണാനില്ലായിരുന്നു. മറിച്ചൊരു പുതുതലമുറയ്ക്ക് ജന്മം നൽകിയതിൻ്റെയും അവയെ പറക്കാൻ പ്രാപ്തരാക്കി അവരുടേതായ സ്വതന്ത്ര ലോകത്തിലേക്ക് പറത്തിവിട്ടതിൻ്റെയും സംതൃപ്തിയും കർത്തവ്യബോധവും മാത്രം. നമ്മുടെ നാട്ടിലും മക്കൾ വീട് വിട്ട് അന്യദേശങ്ങളിലേക്ക് പഠിക്കാനും ജോലിക്കുമായി പോകുമ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകേണ്ട സംതൃപ്തിയും കർത്തവ്യബോധവും.